വേമ്പനാട്ട് കായലിൽ പരിസ്ഥിതി നാശത്തിനും മലിനീകരണത്തിനും വഴിവെച്ച അനധികൃത ഹൗസ് ബോട്ടുകളുടെ പടയോട്ടം. ആലപ്പുഴയിലെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ മറ്റു പോർട്ടുകൾ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആയിരക്കണക്കിന് ബോട്ടുകളാണ് വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തുന്നത്. മാരിടൈം ബോർഡിന്റെ ഒത്താശയോടെ നടക്കുന്ന ഈ അനധികൃത നീക്കത്തിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ഹൗസ് ബോട്ട് ഉടമകൾ. വേമ്പനാട് കായലിന് താങ്ങാവുന്നതിലധികം ഹൗസ് ബോട്ടുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി 10 മുതൽ 14 വരെ മുറികളുള്ള കൂറ്റൻ ബോട്ടുകളാണ് കായൽ കൈയടക്കിയിരിക്കുന്നത്. കടുത്ത പരിസ്ഥിതി മലിനീകരണവും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും ചൂണ്ടിക്കാട്ടി 2014 ശേഷം ആലപ്പുഴ തുറമുഖ ഓഫീസിൽ നിന്ന് പുതിയ ബോട്ടുകൾക്ക് ലൈസൻസ് നൽകുന്നത് നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇത് മറികടക്കാൻ കൊടുങ്ങല്ലൂർ, കൊല്ലം പോർട്ടുകൾ വഴി രജിസ്ട്രേഷൻ നടത്തിയ ബോട്ടുകൾ ആലപ്പുഴയിലേക്ക് എത്തിക്കുകയാണ് ഉടമകൾ. നിലവിൽ 1000-ലധികം ഹൗസ് ബോട്ടുകൾ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അന്യ പോർട്ടുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 150-ലധികം ബോട്ടുകളും ഇവിടെയുണ്ട്. മാരിടൈം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഈ അനധികൃത സർവീസുകൾ നടക്കുന്നത്. അനധികൃത ബോട്ടുകൾക്കെതിരെ പരാതി നൽകിയാൽ നിയമപരമായി ഓടുന്ന ബോട്ടുകളെ തിരഞ്ഞുപിടിച്ച് പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്ന് ഹൗസ് ബോട്ട് ഉടമകൾ ആരോപിക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് ആലപ്പുഴ ഹൗസ് ബോട്ട് മേഖലയിൽ അനധികൃതമായ ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. ആദ്യത്തിൻ്റെ ഒരു തുടക്കകാലത്ത് ഞങ്ങളത് ഇവിടെ ആലപ്പുഴ ബോട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 13 CWRDM-ന്റെ പഠനത്തിൻ്റെ അനുസരിച്ചിട്ട് ആലപ്പുഴ വേമ്പനാട് കായലിൻ്റെ കപ്പാസിറ്റിയിലേറെ ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ഇനി ബോട്ടുകൾ ഉണ്ടായാൽ നമ്മുടെ ജൈവാവസ്ഥ വേമ്പനാട് കായൽ നശിച്ചു പോകും എന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് നിർത്തലാക്കി. ഹൗസ് ബോട്ടുകൾ ഇനി ആലപ്പുഴ വേണ്ട, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു 2015-16 കാലഘട്ടമായപ്പോഴത്തേക്ക് കൊടുങ്ങല്ലൂർ മേഖലയിൽ നിന്ന് കൂടുതൽ ബോട്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ ബോട്ടുകൾ ആലപ്പുഴയിൽ തന്നെ നിർബന്ധിച്ച് ആലപ്പുഴയിൽ തന്നെ പ്രവർത്തിക്കുന്നവരുടെ വന്നു. അന്ന് നമ്മുടെ പോർട്ട് ഓഫീസറെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഒരു 25-30 ബോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അതിന് ക്രിയാത്മകമായിട്ട് ഇടപെട്ടു. അന്നത്തെ ടൂറിസം മിനിസ്റ്റർ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ആലപ്പുഴ സന്ദർശിച്ചു. അന്നത്തെ കളക്ടറെ TB അനുപമയായിട്ടൊരു മീറ്റിംഗ് നടത്തി. ഈ ബോട്ടുകൾ ഇനിയൊരു ബോട്ടും ഉണ്ടാകാത്ത രീതിയിലൊരു നടപടിയെടുക്കാനും ഇവർക്കൊക്കെ ഏറ്റവും ഭയങ്കരമായൊരു ഹെവി ഫൈൻ കൊടുത്തിട്ട് ഇവരെ അക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇനി ആരും അങ്ങനെ ഒരു തീരുമാനം എടുത്തു പിരിഞ്ഞു 18-ൽ. പക്ഷേ നിർഭാഗ്യകരമായെന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് പിന്നെ ഒന്നും നടന്നില്ല. ആലപ്പുഴയിൽ സർവീസ് നടത്താൻ അനുമതി നൽകിയ മാരിടൈം ബോർഡ് CEO, ചെയർമാൻ, പോർട്ട് ഓഫീസർമാർ എന്നിവരുടെ നടപടികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ഉടമകളുടെ ആവശ്യം. ഹൗസ് ബോട്ട് ഓണേഴ്സ് കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും.